ശരിക്കും ഇത്തവണ നമ്മുടെ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കായിരുന്നു നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് അല്ലേ. അതായത് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയൊക്കെയാണ് വരുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓണപരീക്ഷയ്ക്ക് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു ഇനിയെങ്കിലും നന്നായിട്ട് നമ്മൾ പഠിച്ചിരിക്കും. ഓണപരീക്ഷ പോണെങ്കിൽ പോട്ടെ സീൻ, കാരണം നമുക്കൊരു ക്രിസ്മസ് പരീക്ഷ വരുന്നുണ്ടല്ലോ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മൾ തകർത്തിരിക്കും അല്ലെ, നല്ല മാർക്കൊക്കെ വാങ്ങിയിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് പഠിക്കുന്നു, ദെൻ റിവിഷൻ നടത്തുന്നു. അപ്പം അങ്ങനെയുള്ള ഭയങ്കര ഫയർ ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അല്ലെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഓണപരീക്ഷയ്ക്ക് ശേഷം, അത് കഴിഞ്ഞിട്ടുള്ള മതി, ഓണപരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ ഓരോരുത്തരും സ്വന്തമായിട്ടുള്ള പഠനത്തിന് എത്ര റേറ്റിംഗ് കൊടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് ഒരു 5 സ്റ്റാറിൽ നിങ്ങൾ എത്ര റേറ്റിംഗ് ആണ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പഠനത്തിന് കൊടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ ഇനി വെറും ഒരു 10 ദിവസം മാത്രമേ നമ്മുടെ കയ്യിൽ സമയമുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്കിനി ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇതേപോലെ നമുക്ക് ഫൈനൽ എക്സാമിന് നടക്കില്ല. ഇപ്പൊ ക്രിസ്മസ് പരീക്ഷ ആയെങ്കിലും നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. പക്ഷെ അതിനേക്കാളും ഇരട്ടിയായിരിക്കും നമുക്ക് ഫൈനൽ എക്സാമിന് പഠിക്കാനുണ്ടായിരിക്കും. ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ദിവസം, ആ ഒരു സമയത്ത് നമുക്ക് പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്ന പോലെ ഇതുവരെ ഒന്നും അതിലെ മിസ് എന്തെങ്കിലും ആ അവസാന നിമിഷത്തിൽ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അത്രയധികം ചാപ്റ്റേഴ്സ് കടൽ പോലെ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇനിയെങ്കിലും നന്നായി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ മിസ് പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ടും അതേപോലെ തന്നെ നോട്ട്സുകൾ, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രാഷ് ബാച്ചിൽ നോട്ട്സുകളൊക്കെ സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ക്ലാസ്സുകളായാലും ഒരു കംപ്രസ്ഡ് വേർഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാക്സിമം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ അതുപോലെ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും, മോഡൽ എക്സാംസ് നടത്തുന്നതായിരിക്കും. ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ December 26 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആഗ്രഹമുള്ളവർ വേഗം തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാം പോലെ ആവരുത്, ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ തകർത്തിരിക്കണം. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.